രാവിലെ തന്നെ കട്ടപ്പുറത്ത് കയറ്റി വണ്ടിപ്പണി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഇന്നലെ കാണിച്ച കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതൊരു വാട്ടർ പമ്പിൻ്റെ ഇഷ്യൂ ആണ്. വാട്ടർ പമ്പ് ശരിയാക്കണമെങ്കിൽ ടൈമിങ്ങിൻ്റെ ഭാഗത്ത് കുറേ സാധനം ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ബോണറ്റിന് 2 ബുഷും പൊക്കി, വാട്ടർ പമ്പും പൊക്കി, നമ്മൾ തിരിച്ച് വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഒരു സൗണ്ട് വരുന്നത് കേട്ടോ. എന്താല്ലേ ഒരു ബിയറിങ്ങിന് വേണ്ടിയിട്ട് 1500 മുടക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് അഴിക്കുന്ന സമയത്ത് ടൈമിംഗ് ഒക്കെ പൊതുവേ റീപ്ലേസ് ചെയ്യാറുണ്ട്. AC ബെൽറ്റ്, ആൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അതേപോലെ തന്നെ ബെയറിങ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടി. അതേപോലെ വീൽ സിലിണ്ടേഴ്സൊക്കെ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇനി തുരുമ്പെടുത്താൽ ഡ്രമ്മ് തുളയാവും. അതുകൊണ്ട് നമ്മൾ നേരെ പെയിൻ്റ് അടിക്കാനുള്ള പരിപാടി സെറ്റ് ചെയ്തു. ബ്രേക്ക് ഷൂ മാറി പ്രൈമർ അടിച്ച് സംഭവം സെറ്റ് ചെയ്തു. ഡോക്ടർ നാനോയുടെ സ്പ്രിങ്സ് ആട്ടോ നമ്മൾ വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്. 13,000 രൂപയാണ് 4 സ്പ്രിങ്ങിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും സ്പ്രിങ് ഇട്ടതിന് ശേഷം ഇതാണ് ഔട്ട്ലുക്ക്. ഇത് OEM ഫിറ്റ്മെൻറ്റിൽ വരുന്ന ലോവറിങ് സ്പ്രിങ്സ് ആട്ടോ. ഇന്ന് നമുക്ക് സ്പെയർ പാർട്സ് എടുക്കാനായിട്ട് 2000 രൂപയുടെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ്.